വിവാഹ നിയമം അട്ടിമറിച്ച് രജിസ്ട്രേഷൻ വകുപ്പ്. തിരുവനന്തപുരം പട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ കേന്ദ്ര നിയമം കാറ്റിൽ പറത്തി വിവാഹ രജിസ്ട്രേഷൻ നടന്നതിന്റെ തെളിവുകൾ മീഡിയ വണ്ണിന് ലഭിച്ചു. അപേക്ഷകർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള 30 ദിവസ കാലാവധിയിലടക്കം ഇളവ് ചെയ്താണ് വിവാഹ രജിസ്ട്രേഷൻ നടന്നത്. കേന്ദ്ര നിയമമായ സ്പെഷ്യൽ മാരേജ് ആക്ടും കേരള സ്പെഷ്യൽ മാരേജ് റൂൾസും ലംഘിച്ചാണ് പട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ മാസം 10-ന് വിവാഹ രജിസ്ട്രേഷൻ നടന്നത്. പ്രത്യേക നിയമപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനായി അപേക്ഷ നൽകുന്നതിന് മുൻപ് ബന്ധപ്പെട്ട കക്ഷികൾ ഇരുവരും സബ് രജിസ്ട്രാർ ഓഫീസ് പരിധിയിൽ 30 ദിവസം താമസിച്ചിരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. അപേക്ഷ നൽകിയ ശേഷം 30 ദിവസം കഴിഞ്ഞ് മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്നുമാണ് നിയമം. എന്നാൽ പട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ നവംബർ 23-ന് ലഭിച്ച അപേക്ഷയിൽ ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തി വിവാഹ രജിസ്ട്രേഷൻ ചെയ്തു നൽകി. ഡിസംബർ 10-ന് വിവാഹം രജിസ്റ്റർ ചെയ്ത അപേക്ഷകന് സർട്ടിഫിക്കറ്റ് കൈമാറി. അതായത് 17 ദിവസം കൊണ്ട് എല്ലാ നടപടിക്രമങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കി. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് വിവാഹ രജിസ്ട്രേഷനിൽ ഇത്തരമൊരു നിയമലംഘനം നടക്കുന്നത്. ഹൈക്കോടതി പോലും ഇളവനുവദിക്കാത്ത നിയമത്തിൽ വെള്ളം ചേർത്തതിന് പിന്നിൽ രജിസ്ട്രേഷൻ ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥർക്കും IT വിഭാഗത്തിലെ ജീവനക്കാർക്കും പങ്കുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. രജിസ്ട്രേഷൻ വകുപ്പിന് പുറമെ കേന്ദ്ര IT മന്ത്രാലയവും നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററും ചേർന്നാണ് പ്രത്യേക നിയമപ്രകാരമുള്ള വിവാഹ രജിസ്ട്രേഷന്റെ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്തത്. നിയമം ഇളവ് ചെയ്തു നൽകിയതിലൂടെ സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പ് കേന്ദ്ര മന്ത്രാലയത്തെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് വ്യക്തമായി. സംഭവത്തിൽ അഴിമതിയുണ്ടെന്ന ആക്ഷേപം ജീവനക്കാർക്കിടയിൽ തന്നെയുണ്ട്. മറ്റൊരു സബ് രജിസ്ട്രാർ ഓഫീസിൽ അപേക്ഷ നൽകി 15 ദിവസം പൂർത്തിയായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ക്രമീകരിച്ചതെന്നാണ് രജിസ്ട്രേഷൻ വകുപ്പിന്റെ ന്യായീകരണം. മീഡിയ 1 തിരുവനന്തപുരം. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ മിഥുൻ സുരേന്ദ്രൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. മിഥുൻ, ഈ ഒരു കേസ് ഒരാൾക്ക് മാത്രമാണോ? അതായത് ഈ വിവാഹ നിയമം അട്ടിമറിച്ചിരിക്കുന്നത് ഒരു കേസിൽ മാത്രമാണോ? ഏതെങ്കിലും തരത്തിൽ കോഴപ്പണമൊക്കെ വാങ്ങിയാണോ ഈ ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിലുള്ള വിവാഹ നിയമം അട്ടിമറിക്കാൻ കൂട്ടുനിന്നത്? എന്താണ് സംഭവിച്ചത്? അഞ്ജിത, അങ്ങനെ ഒരു അഴിമതി ആരോപണമാണ് ഇതിൽ ഉയർന്നിരിക്കുന്നത്. ഇത് ഒരു സംഭവം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം പട്ടം സബ് രജിസ്ട്രാർ ഓഫീസിലാണ് നവംബർ 23-ന് ഇത്തരത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു അപേക്ഷ ലഭിക്കുന്നതും ഡിസംബർ 10-ന് ഇത് സംബന്ധിച്ച് എല്ലാ നടപടികളും പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതും. സാധാരണഗതിയിൽ 30 ദിവസ കാലാവധിക്ക് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു രേഖാമൂലമുള്ള നടപടിക്രമം ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അത് അട്ടിമറിച്ചു എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാകുന്നത്. രജിസ്ട്രേഷൻ വകുപ്പ് രജിസ്ട്രേഷൻ ആസ്ഥാനത്ത് നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടന്നു എന്ന ആക്ഷേപം ജീവനക്കാർക്കിടയിൽ തന്നെയുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇതിന്റെ വാർത്താ പ്രാധാന്യം ഏറുന്നത്. ഒപ്പം തന്നെ മറ്റൊരു സുപ്രധാന കാര്യം, ഹൈക്കോടതിയിൽ പലതവണ ഇത്തരത്തിൽ 30 ദിവസ കാലാവധി ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പല ഹർജികൾ വന്നിരുന്നു. എന്നാൽ ഹൈക്കോടതി പോലും ഇത് കേന്ദ്ര നിയമമെന്ന് ചൂണ്ടിക്കാണിച്ച ഇതിൽ ഇളവ് നൽകാതിരുന്ന ഒരു കാര്യമാണ്. അത് അട്ടിമറിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അനുമതി നൽകിയതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. മിഥുൻ, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിനോ അല്ലെങ്കിൽ പരാതിക്കോ സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പരാതി പോയിട്ടുണ്ടോ ഇതിനോടകം? ഇത് സംബന്ധിച്ച് ആദ്യമായാണ് ഇത്തരത്തിലൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയാം. കാരണം ഇതിന്റെ തെളിവുകൾ ആദ്യമായാണ് പുറത്തു വരുന്നത്. ഏതായാലും രജിസ്ട്രേഷൻ വകുപ്പ് കൃത്യമായി മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു ഘട്ടത്തിൽ പോലും വിവാഹ നിയമം രജിസ്ട്രേഷനിൽ അല്ലെങ്കിൽ വിവാഹത്തിന്റെ രജിസ്ട്രേഷനിൽ ഇത്തരമൊരു നിയമലംഘനം നടന്നിട്ടില്ല. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു ലംഘനം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ വകുപ്പ് ഇതിന് വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. കാരണം നിരവധി തവണ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ വരെ ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നെങ്കിലും ഒരു തരത്തിലുമുള്ള ഇളവ് ഈ ഒരു നിയമത്തിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന് കോടതി തന്നെ നിലപാടെടുത്തിരുന്നതാണ്. അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ഇളവ് 17 ദിവസം കൊണ്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വിവാദവും ഒപ്പം തന്നെ അഴിമതിയും വരും ദിവസങ്ങളിൽ ആക്ഷേപമായി തന്നെ ഉയരുമെന്നുറപ്പാണ്. ജീവനക്കാർക്കിടയിൽ തന്നെ ഇത്തരമൊരു ആക്ഷേപം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ശരി, മിഥുൻ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. വിവാഹ നിയമം അട്ടിമറിച്ചിരിക്കുകയാണ് രജിസ്ട്രേഷൻ വകുപ്പ്. തിരുവനന്തപുരം പട്ടം സബ് രജിസ്ട്രാർ ഓഫീസിലാണ് കേന്ദ്ര നിയമം കാറ്റിൽ പറത്തി വിവാഹ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത്. അതിൻ്റെ തെളിവുകൾ മിഥുന് ലഭിച്ചിട്ടുണ്ട്. മിഥുൻ അക്കാര്യമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ അപേക്ഷകർക്ക് നിശ്ചയിച്ചിട്ടുള്ള കാലപരിധി എന്ന് പറയുന്നത്, കാലയളവ് എന്ന് പറയുന്നത് 30 ദിവസമാണ്. പക്ഷേ ആ 30 ദിവസം പോലും എടുക്കാതെ 17 ദിവസം കൊണ്ട് വിവാഹ രജിസ്ട്രേഷൻ നടത്തിക്കൊടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ വാർത്ത. ഈ രജിസ്ട്രേഷൻ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ അഴിമതി നടത്തുന്നു എന്നതിൻ്റെ തെളിവായിട്ട് കൂടി ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ രജിസ്ട്രേഷൻ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം.